സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയിൽ തോമസ് ഐസക് വിശദീകരണം നൽകണം. പത്തനംതിട്ട ജില്ലാ കളക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചു. UDF നൽകിയ പരാതിയിലാണ് നടപടി. ശ്രീ അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി ഉയർന്നു വന്നത്. സർക്കാരിന്റെ എന്ത് സംവിധാനങ്ങളാണ് തോമസ് ഐസക് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്? കേക്ക് അതോടൊപ്പം തന്നെ കുടുംബശ്രീ എന്നീ സംവിധാനങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്ത് അത് തെരഞ്ഞെടുപ്പിന് തനിക്ക് അനുകൂലമാകുന്ന തരത്തിൽ ഉപയോഗിക്കുന്നെന്നുള്ള ആക്ഷേപമാണ് ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ UDF ഉയർത്തുന്നത്. UDF ജില്ലാ ചെയർമാൻ വർഗീസ് മാമനാണ് 2 ദിവസം മുൻപ് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയത്. വീടുകളിൽ കയറിയിറങ്ങി ജോലി വാഗ്ദാനം നൽകുകയും ഇതിനായി പ്രക്ഷേപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. 40 KDISC പ്രവർത്തകരെ സ്കിൽ വികസനം എന്ന വ്യാജേന ജില്ലയിൽ നിയമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം കൺസൾട്ടന്റുമാർ ബ്ലോക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഡേറ്റാബേസ് ഉണ്ടാക്കുകയും ഫലത്തിലത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ബാക്കപ്പ് സപ്പോർട്ട് എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റു ചില വിഷയങ്ങൾ കൂടി UDF പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. സർവശിക്ഷാ അഭിയാൻ കോഴഞ്ചേരിയിൽ 2 നാൾ മുൻപ് സംഘടിപ്പിക്കപ്പെട്ട അധ്യാപക സംഗമത്തിന്റെ വേദിയിൽ തോമസ് ഐസക് പ്രസംഗിച്ച സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ചിത്രങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുൻപായി പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പരിപാടി എന്നുകൂടി ആക്ഷേപം ഉയർന്നിട്ടുള്ള ജില്ലാ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്നലെ പോലും അല്ലാതിരുന്നിട്ടും തോമസ് ഐസക്കിനെ പങ്കെടുപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് വ്യാപകമായി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് UDF ഉയർത്തുന്ന മറ്റൊരു ആക്ഷേപം. ഒപ്പം തന്നെ മുഖാമുഖം പരിപാടികൾ, ഇടതു സ്ഥാനാർത്ഥിയുടെ മുഖാമുഖം പരിപാടിക്ക് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഹാജർ ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകുന്ന ഓഡിയോ സന്ദേശങ്ങൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ വിശദാംശങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. 3 ദിവസത്തിനുള്ളിൽ തോമസ് ഐസക് മറുപടി നൽകണമെന്നുള്ളതാണ് കളക്ടർ നൽകിയിട്ടുള്ള നോട്ടീസിന്റെ ഉള്ളടക്കം. ശരി.